ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന് പെസഹ വ്യാഴം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ എല്ലാം ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ദിനം ആചരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി നമ്മൾ കുരിശപ്പവും ഇൻട്രിയപ്പവും ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അമ്മ അതിനായിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും തേങ്ങയൊക്കെ ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കും. അക്കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കും. ഇനി നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുരിശപ്പത്തിനുള്ള മാവ് റെഡിയാവും. നമ്മൾ ഇത് റെഡിയാക്കിയ സമയത്ത് നമ്മുടെ വട്ടയപ്പം അവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളൊരു പുതിയ ബാച്ച് ഒഴിച്ചു വെച്ച ശേഷം നമ്മൾ വീണ്ടും കുരിശപ്പത്തിന് പണിയിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന വാഴയില അമ്മ ഇപ്പോൾ കുരിശപ്പത്തിന് വേണ്ടിയിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ട് ദി പോയിന്റ്, അമ്മ മുറിച്ച് വെച്ച വാഴയില ഞാനും ചേച്ചിയും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സഹായിച്ചില്ല മോശമല്ലേ? നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് വീട്ടിലെ ഗ്രഹനാഥൻ തന്നെയാണ് പ്രാർത്ഥിച്ച് കുരിശപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിലും നമ്മളും ഇത് തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. എല്ലാ കൊല്ലവും അച്ഛൻ തന്നെയാണ് കുരിശപ്പം ഉണ്ടാക്കാറ്. അങ്ങനെ മാവ് നമ്മൾ വാഴയിലയിൽ നന്നായിട്ട് പരത്തി ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു ഓല കുരിശാകൃതിയിൽ വയ്ക്കുമ്പോഴാണ് നമ്മുടെ അപ്പം കുരിശപ്പമായിട്ട് മാറുന്നത്. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്തിട്ട് വാഴയിലയുടെ നാര് വെച്ച് തന്നെ കെട്ടിയിട്ട് മാറ്റി വയ്ക്കും. ഇനി അമ്മയുടെ ടേൺ ആണ്. അമ്മ ചെറിയ ചെറിയ വാഴയിലകൾ എടുത്തിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു ഇൻട്രിയപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ദ ബൈ, ഇൻട്രിയപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ കുരിശപ്പവും ഇൻട്രിയപ്പവും ഒക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നാവിഗേറ്റ് എടുത്താൽ മതിയെന്നേ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാലും പഴവും കുരിശപ്പവും ഇൻട്രിയപ്പവും വട്ടയപ്പവും ഒക്കെ സെറ്റാണ്. അപ്പോൾ ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് മുറിച്ച് വെച്ച് വരാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സോ ബൈ.